الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد أوصيكم أولا بتقوى الله منيبين إليه واتقوه وأقيموا الصلاة ولا تكونوا من المشركين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله نزل أحسن الحديث كتابا متشابها مثاني تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ സർവമാന തലങ്ങളിലും രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ഒരുപോലെ അള്ളാഹുവിനെ സൂക്ഷിച്ചും ഭയപ്പെട്ടും നല്ലവരായി സൽസ്വഭാവികളായി സത്യസന്ധരും മാതൃകായോഗ്യരുമായി ജീവിക്കണേ എന്ന് ഗൗരവപൂർവ്വം എന്നെയും നിങ്ങളെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. റബ്ബുൽ ഇസ്സത്ത് മുത്തഖീങ്ങളായി ജീവിക്കുവാനുള്ള സൗഭാഗ്യം നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 23-ാമത്തെ ആയത്താണ് ആമുഖത്തിൽ നമ്മൾ കേട്ട അള്ളാഹുവിൻ്റെ വചനം. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്. അള്ളാഹുവാണ് ഏറ്റവും നല്ല, ഏറ്റവും മനോഹരമായ, ഏറ്റവും സുന്ദരമായ, ഏറ്റവും ആദർശ സമ്പുഷ്ടമായ ഈ വർത്തമാനം അവതരിപ്പിച്ചിട്ടുള്ളത്. കിതാബൻ, ഒരു വേദഗ്രന്ഥമായിട്ട്. മുത്തശാബിഹം മസാനി, അതിൽ ആവർത്തിത വചനങ്ങളും സാദൃശ്യ വചനങ്ങളുമുണ്ട്. അതിൻ്റെ പ്രത്യേകത തഖ്ശഇറു മിൻ, അതുമൂലം
ആ വർത്തമാനം മൂലം രോമാഞ്ചമണിയുന്നതാണ് ജുലൂദുല്ലദീന യഖ്ശൗന റബ്ബഹും. തങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിച്ചും ഭയപ്പെട്ടും ജീവിക്കുന്നവർക്ക് അവരുടെ തൊലികൾക്ക് രോമാഞ്ചമുണ്ടാക്കുന്നതാണ് ആ വചനങ്ങൾ. എന്തുകൊണ്ട്? ഈ ദിക്റില്ല, അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് അവർ എത്തിപ്പെടുന്നത് കൊണ്ടാണ് അവരുടെ തൊലികൾ രോമാഞ്ചമണിയുന്നത്. യഖ്ശൗന റബ്ബഹും സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും. അങ്ങനെ രോമാഞ്ചമണിയുമ്പോൾ അതിൻ്റെ അനന്തരഫലമായി പ്രകടമാകുന്ന രണ്ട് അടയാളങ്ങൾ തലീനു ജുലൂദുഹും വഖുലൂബുഹും. അവരുടെ തൊലികൾ മൃദുലമായിത്തീരും. വഖുലൂബുഹും, അവരുടെ ഹൃദയവും മൃദുലമായിത്തീരും. സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ് ദാലിക ഹുദല്ലാഹ്. അങ്ങനെ സംഭവിക്കുവാൻ കാരണം അത് അള്ളാഹുവിൻ്റെ മാർഗദർശനമാണ്. ഒരു പടപ്പിൻ്റെ വചനങ്ങളല്ല, രക്ഷകനായ അള്ളാഹു അവതരിപ്പിച്ചു തന്ന മാർഗദർശനമായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് അള്ളാഹു പരിചയപ്പെടുത്തുന്നു. ذَلِكَ هُدَى اللَّهِ يَهْدِي بِهِ مَن يَشَاءُ. അവൻ ഉദ്ദേശിക്കുന്നവരെ ആ മാർഗത്തിലേക്ക് അവൻ വഴി നടത്തുന്നതാണ്. وَمَن يُضْلِلِ اللَّهُ. ആരെയെങ്കിലും അള്ളാഹു വഴികേടിലാക്കിയാൽ وَمَن يُضْلِلِ اللَّهُ فَمَا لَهُ مِنْ هَادٍ. പിന്നീട് അവനെ ഹിദായത്തിലാക്കുവാൻ ഒരു പടപ്പിനും കഴിയുകയില്ല. അള്ളാഹു ഹിദായത്തിലാക്കിയവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വാഭാവികമായി നമുക്കറിയാം, രണ്ട് പ്രത്യക്ഷ ലക്ഷണങ്ങൾ അള്ളാഹു പറഞ്ഞു. തലീനു ജുലൂദുഹും വഖുലൂബുഹും. തൊലികൾ മൃദുലമായിത്തീരും, ഹൃദയവും മൃദുലമായിത്തീരും. നമുക്കറിയാലോ, തൊലിക്കട്ടി കൂടിയാൽ എന്താണ് സവിശേഷത? ഒരു മനുഷ്യൻ്റെ തൊലിക്ക് കട്ടി കൂടിപ്പോയാലേ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, അവൻ്റെ തൊലിക്കട്ടി അപാരമാണ്. അവൻ്റെ തൊലിക്കട്ടി അപാരമാണ് എന്ന് പറഞ്ഞാൽ അവന് എന്ത് പ്രവർത്തിക്കാനും ഒരു ലജ്ജയും ഉണ്ടാവുകയില്ല എന്ന്. ഏത് തോന്നിയാസം പ്രവർത്തിക്കാനും അവന് അശേഷം ലജ്ജ ഉണ്ടാവുകയില്ല. അതാണ് തൊലിക്കട്ടിയുടെ പ്രത്യേകത. ഹൃദയം കെടുത്തുപോയാലോ? ഹൃദയം കെടുത്തുപോയവൻ കടുത്ത ക്രൂരനായിത്തീരും. ഏത് ക്രൂരമായ പ്രവൃത്തിയും ഇന്നൊക്കെ നടക്കുന്നതാണ്. പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ മനുഷ്യൻ തല്ലിക്കൊല്ലുന്ന അവസ്ഥ. എന്തുകൊണ്ടാണ്? ഹൃദയകാഠിന്യമാണ് അതിൻ്റെ കാരണം. ഹൃദയം കെടുത്തുപോയതുകൊണ്ടാണ്. ഇപ്പം തൊലിയുടെ കട്ടി കുറയുകയും ഹൃദയത്തിൻ്റെ കാഠിന്യം കുറയുകയും ചെയ്താൽ മനുഷ്യൻ നന്നായി. അതിന് നിമിത്തമാകും വിശുദ്ധ ഖുർആൻ. കാരണം അത് അള്ളാഹുവിൻ്റെ കലാമാണ്, ഒരു മനുഷ്യൻ്റെ സൃഷ്ടിയല്ല. അള്ളാഹു ഹിദായത്തിലാക്കിയവരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹ് വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്ഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അള്ളാഹു ഹിദായത്തിലാക്കിയവരാണ് സത്യവിശ്വാസികൾ. അവരുടെ സവിശേഷത ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹ്. അള്ളാഹുവിനെ കുറിച്ച് അവരോട് പറയപ്പെട്ടാൽ, അള്ളാഹുവിൻ്റെ കലാം അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, ഇദാ ദുക്കിറല്ലാഹു വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾക്ക് നടുക്കം അനുഭവപ്പെടുന്നതാണ്. അവരുടെ ഹൃദയങ്ങൾക്ക്, സത്യവിശ്വാസികളുടെ ലക്ഷണം ഈ പറയുന്നു. ഒരു മുഅ്മിനാണോ അള്ളാഹുവിൻ്റെ കലാം കേൾക്കുമ്പോൾ, വിശുദ്ധ ഖുർആനിൻ്റെ ആയാത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ അവൻ്റെ ഹൃദയങ്ങൾക്ക് നടുക്കമുണ്ടാകുന്നതാണ്. വൈദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു സാദത്തുഹും ഈമാന. അതോടൊപ്പം തന്നെ അവരുടെ ഈമാൻ വർദ്ധിക്കുകയും ചെയ്യും. ഇത് രണ്ടും ഉണ്ടായിക്കഴിഞ്ഞാൽ വൈദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വൈദാ തുലിയത് അലൈഹിം ആയാത്തുഹു സാദത്തുഹും ഈമാന. എങ്കിൽ അവർ
വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവർ അവരുടെ റബ്ബിൽ ഭരമേൽപ്പിച്ച് റബ്ബിനെ മാത്രം ആശ്രയിച്ച് അള്ളാഹുവിൻ്റെ മാർഗദർശനങ്ങൾക്ക് വിധേയമായി അവനിൽ യഥാവിധി തവക്കുലാക്കിക്കൊണ്ട് അവൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കുന്നവരുമായിരിക്കുന്നു. വിശുദ്ധ ഖുർആനിൻ്റെ സ്വാധീനം അക്കാലത്തും ഇക്കാലത്തും വലിയ സ്വാധീനമാണ് സമൂഹത്തിൽ വിശുദ്ധ ഖുർആൻ ചെലുത്തുന്നത്. എൻ്റെ സവിശേഷതയാണത്, ആ കലാമിൻ്റെ സവിശേഷതയാണത്. പ്രമുഖ സഹാബി വര്യൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ഒരിക്കൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതി കേൾപ്പിക്കാൻ ആവശ്യപ്പെടുകയുണ്ടായി. സുദീർഘമായ ഒരു ഹദീസാണ്. ഖുർആൻ ഓതി കേൾപ്പിക്കാൻ നല്ല മനോഹരമായി ഖുർആൻ ഓതുന്ന സ്വഹാബി വര്യനാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. അദ്ദേഹത്തോട് റസൂലുള്ളാഹി പറഞ്ഞാണ്, എനിക്ക് ഖുർആൻ ഓതി കേൾക്കണം. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചൊരു കാര്യമുണ്ട്. അഖ്റഉ അലൈക വ അലൈക ഉൻസില, ഞാൻ താങ്കൾക്ക് ഖുർആൻ ഓതി തരികയോ, പിന്നെയോ വ അലൈക ഉൻസില, താങ്കൾക്കല്ലേ അത് അവതരിപ്പിക്കപ്പെട്ടത്, ആ ഖുർആൻ ഞാൻ താങ്കൾക്ക് ഓതി തരികയോ എന്ന് അത്ഭുതത്തോടു കൂടി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ മറുപടി എന്താണ്? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, ഞാനല്ലാത്ത മറ്റൊരാൾ അതെനിക്ക് ഓതിത്തരുന്നത് കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ്. മറ്റൊരാളുടെ നാവിൽ കൂടി ഖുർആൻ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു പക്ഷേ എത്രയോ പ്രാവശ്യം ജിബ്രീൽ അലൈഹിസ്സലാം ഈ ആയത്ത് അള്ളാഹുവിൻ്റെ റസൂലിന് ഓതി കൊടുത്തിട്ടുണ്ടാകാം. ആ റസൂലാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഓതി കേൾപ്പിക്കാൻ ആവശ്യപ്പെടുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറത്ത് നിസാ ഇങ്ങനെ ഓതി കേൾപ്പിക്കാൻ തുടങ്ങി. 40 ആയത്തുകൾ ഓതി റസൂലുള്ളാഹി കേട്ടിരിക്കുകയാണ്. 41-ാമത്തെ ആയത്ത്, ഫകൈഫ ഇദാ ജിഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിഅനാ ബിക അലാ ഹൗലാഇ ശഹീദാ. ഈ ആയത്തങ്ങ് ഓതി കേട്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, എന്താ പറഞ്ഞത്? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്ബുക് അൽ ആൻ, ഇപ്പോൾ ഇത്ര മതി. ഫൽതഫ്തു ഇലൈ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാ, ഇത് മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ റസൂലുള്ളാഹിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയതാണ്. ഖുർആൻ നോക്കി ഇങ്ങനെ ഓതി കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. റസൂലുള്ളാഹിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഫൈദാ ഐനാഹു തദ്രിഫാൻ, കണ്ണിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകുന്നത് കണ്ടു എന്ന്. ഖുർആനിൻ്റെ സ്വാധീനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലവരും മനഃപ്പാഠമാക്കിയിട്ടുള്ള, പലവരും ജിബ്രീൽ ഓതിക്കൊടുത്തിട്ടുള്ള ആയത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതിക്കൊടുത്തപ്പോൾ അത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകിയെന്നാണ്. എന്താ അതിൻ്റെ ആശയം? ഫകൈഫ ഇദാ ജിഅനാ ബിക മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ്, എല്ലാ ഉമ്മത്തിൽ നിന്നും സാക്ഷികളായി, അവർക്ക് സാക്ഷികളായി അവരുടെ പ്രവാചകന്മാരെ ഹാജരാക്കപ്പെടുന്ന രംഗം. വജിഅനാ ബിക അലാ ഹൗലാഇ ശഹീദാ, ഈ സമൂഹത്തിന് സാക്ഷിയായി താങ്കളെയും ഹാജരാക്കപ്പെടുന്ന ഒരു രംഗം. അത് കേട്ടപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞത് എന്നാണ്. ഇത് അള്ളാഹുവിൻ്റെ കലാമിൻ്റെ ഈ ഇജാസിൻ്റെ, അത് അള്ളാഹുവിൻ്റെ എന്നും നിലനിൽക്കുന്ന മുഅ്ജിസത്താണ്. അതിൻ്റെ സ്വാധീനം എക്കാലത്തും ലോകത്ത് പ്രകടമായിക്കൊണ്ടേയിരിക്കും. റസൂലുള്ളാഹിക്ക് മാത്രമല്ല, റസൂലുള്ളാഹിയുടെ ഉമ്മത്തിന് മാത്രമല്ല, സത്യവിശ്വാസികൾക്ക് മാത്രമല്ല, അവിശ്വാസികളിൽ പോലും വലിയ പ്രതിഫലനവും സ്വാധീനവും ഉണ്ടാക്കാൻ പോകുന്നതാണ് അള്ളാഹുവിൻ്റെ കലാമ എന്ന് നാം മറന്നുപോകരുത്. എന്നും വിസ്മയിപ്പിച്ചിട്ടുള്ള, ഇന്നും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഇനി എക്കാലവും വിസ്മയിപ്പിക്കുന്ന അധ്യാപനങ്ങളാണ് വിശുദ്ധ ഖുർആനിൽ കൂടി അള്ളാഹു നമുക്ക് ഓതിത്തരുന്നത്, അല്ലേ? ഇസ്ലാമിൻ്റെ ബദ്ധ ശത്രുവായിരുന്നു വലീദ് ബിൻ മുഗീറ.
വലീദ് ബിൻ മുഗീറ ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്നു. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പ്രബോധന കാലഘട്ടത്ത് മക്ക ജീവിതകാലത്ത് ജീവിച്ചിരുന്ന അഫ്സഹുൽ അറബ്, സാഹിത്യ തറവാട്ടിലെ അഗ്രഗണ്യനായിരുന്നു, വലിയ കവിയായിരുന്നു. അതുപോലെ തന്നെ 2 സ്വഹാബാക്കളുടെ പിതാവുമായിരുന്നു ആര്? ഈ വലീദ് ബിൻ മുഗീറ. ഖാലിദ് ബിൻ വലീദിൻ്റെയും റളിയല്ലാഹു അൻഹു, വലീദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, ഈ 2 സഹാബികളുടെ പിതാവുമായിരുന്നു ആര്? വലീദ് ബിൻ മുഗീറ. എന്നാൽ മക്കളങ്ങനെ ആയല്ലോ, എന്നാ വഴിക്ക് ഞാനും പോയേക്കാമെന്ന് ചിന്തിച്ചോ? ഒരിക്കലും ഉണ്ടായിട്ടില്ല. ബദ്ധശത്രുവായി തന്നെ തുടർന്നു. മിൻ അശദ്ദി അഅദാഇർ റസൂൽ വൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെയും റസൂലിൻ്റെയും അശദ്ദുആദ, ശക്തരായ എതിരാളികളിൽ ഒരാളായിരുന്നു വലീദ് ബിൻ മുഗീറ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഖുർആൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പിടിച്ചുലച്ചിട്ടുണ്ട്. ഒരിക്കൽ കഅബ ഷരീഫിൻ്റെ പരിസരത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ വലീദ് ബിൻ മുഗീറ ഓരത്തുകൂടി നടന്നു പോകുമ്പോൾ കേട്ട ചില വചനങ്ങൾ വിശുദ്ധ ഖുർആൻ 40-ാം അധ്യായം സൂറത്തുൽ ഗാഫിറിലെ ആദ്യ വചനങ്ങളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹമീം തൻസീലുൽ കിതാബ് മിനല്ലാഹിൽ അസീസിൽ അലീം ഗാഫിരിൽ ദംബ് വഖാബിലിത് തൗബ് ശദീദിൽ ഇഖാബ് ദിത്തൗൽ ലാ ഇലാഹ ഇല്ലാഹു ഇലൈഹിൽ മസീർ. സാഹിത്യ തറവാട്ടിലെ അഗ്രഗണ്യനായിരുന്ന വലീദിന് അർത്ഥം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി പദാനുപദം ലഫ്ലംബി ലഫ്ലായിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇത് കേട്ട മാത്രയിൽ വലീദിൻ്റെ ഹൃദയത്തെ പിടിച്ചു കുലുക്കി, വലിയ ആന്തോളനങ്ങൾ സൃഷ്ടിച്ചു ഹൃദയത്തിൽ. ഫആദൽ വലീദുൽ ആയാത്തില്ലത്തി ഖറഅഹ, ഈ ആയത്ത് ഒരു പ്രാവശ്യം കേട്ടാൽ തന്നെ മനഃപ്പാടമാക്കുവാൻ ശേഷിയുള്ളവനാണ് വലീദ്. ഈ കേട്ട ആയത്തുകൾ വലീദ് ഇങ്ങനെ പലവരും ആവർത്തിച്ചു എന്നാണ്, പലവരും ആവർത്തിച്ചു. ഫന്തലക്കൽ വലീദു ഹത്ത അത്ത മജ്ലിസ ഖൗമി, അങ്ങനെ ഇത് ആവർത്തിച്ചുകൊണ്ടാണ് തൻ്റെ അനുയായികളിരിക്കുന്ന ആ വൃന്ദത്തിലേക്ക് വലീദ് കടന്നു ചെല്ലുന്നത്. വലീദ് കടന്നു ചെല്ലുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ് വലീദ് പറഞ്ഞവരോട്? വല്ലാഹി ലഖദ് സമിഅതു മിൻ മുഹമ്മദിൻ ആനിഫൻ കലാമ, ഞാനിപ്പോൾ മുഹമ്മദിൻ്റെ പക്കൽ നിന്നും ഒരു വർത്തമാനം കേൾക്കുകയുണ്ടായി, ഒരു കലാമ് ഞാൻ കേൾക്കുകയുണ്ടായി. മാ ഹുവ മിൻ കലാമിൽ ഇൻസ്, അതൊരു മനുഷ്യവചനമല്ല കേട്ടോ, അതൊരു മനുഷ്യവചനമല്ല കേട്ടോ. വലാ മിൻ കലാമിൽ ജിന്ന്, ഏതെങ്കിലും ജിന്നുകളുടെ വർത്തമാനവുമല്ല കേട്ടോ. വല്ലാഹി ഇന്ന ലഹു ലഹലാവ, അള്ളാനെ തന്നെയാണ് സത്യം, അതിനൊരു മാധുര്യമുണ്ടേ, അതിനൊരു മാധുര്യമുണ്ട്. വഇന്നലൈഹി ലത്വലാവ, അതിന് മനോഹരമായ ഒരഴകുമുണ്ട്. ആ കലാമിന് നല്ല മാധുര്യമുണ്ട്, നല്ല അഴകുമുണ്ട്. വഇന്ന അഅലാഹു ലമുസ്മിറ, അതിൻ്റെ മേൽഭാഗം ഫലസമൃദ്ധമാണ്. തഴച്ചു വളർന്നു നിൽക്കുന്ന ഒരു മൃഗത്തിൽ, ഒരു വൃക്ഷത്തിൽ നിറയെ കായ്ഫലങ്ങളുള്ളതുപോലെ പൂത്തുലഞ്ഞ് കായ്ച്ചു നിൽക്കുന്ന അതിൻ്റെ മേൽഭാഗം. അതിൻ്റെ അടിഭാഗം നല്ല ഈർപ്പമുള്ളതാണ്. ഇനി ആ വൃക്ഷത്തിന് എന്താ സംഭവിക്കാനുള്ളത്? അതുകൊണ്ട് വലീദ് പറഞ്ഞു, ഈ വർത്തമാനം അതിജയിക്കുക തന്നെ ചെയ്യും, ഈ വർത്തമാനം അതിജയിക്കുക തന്നെ ചെയ്യും. അതിനെ അതിജയിക്കുവാൻ ഒന്നിനും കഴിയുകയില്ല, അതിനെ ഒന്നും കീഴ്പ്പെടുത്തുകയില്ല, ഇതെല്ലാത്തിനെയും കീഴ്പ്പെടുത്തുന്നതാണ്. എന്താണ്? മുശ്രിക്കായിട്ട് മരിച്ചുപോയ വലീദ് ബിൻ മുഗീറ ചേർത്ത് പറഞ്ഞു. ആ മുശ്രിക്കായ വലീദ് ബിൻ മുഗീറയ്ക്ക് ഖുർആൻ കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ ആന്തോളനം ഉമർ ഇബ്നു ഖത്താബിൻ്റെ ചരിത്രം നമുക്കറിയില്ലേ? ഊരിപ്പിടിച്ച വാളുമായി അള്ളാഹുവിൻ്റെ റസൂലിനെ വധിക്കുവാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ എവിടെയാണ് ഇരിക്കുന്നതെന്ന് വരുന്ന ആ അവസരത്തിലാണല്ലോ സഹോദരി ഫാത്തിമ സൂറത്ത് താഹ ഓതുന്നു കേട്ട്. അത് പറയണം കേട്ടപ്പോൾ തന്നെ സർവ്വ പിടിയും വിട്ടുപോയി ഉമറിൻ്റെ. ഫാത്തിമയോട് ചോദിച്ചു, എന്താ നീ പറയണം ചെയ്തെങ്കിൽ താട്ടെ. ഫാത്തിമ കുളിച്ചിട്ട് വരാൻ പറഞ്ഞു.
വിളിച്ചോണ്ട് വന്നപ്പോൾ എടുത്ത് കൈ കൊടുത്തു, ഇതാ വായിച്ചു നോക്ക്. അപ്പം പറഞ്ഞു, എവിടെയാണ് മുഹമ്മദ് ഉള്ളത്? എന്തിനാ നിൻ്റെ ഉദ്ദേശം? ഇല്ല, എനിക്ക് മുഹമ്മദിനെ കാണണം ഇപ്പം തന്നെ. നല്ല ഉദ്ദേശമാണെങ്കിൽ നിനക്ക് നല്ലത്, അല്ല ദുരുദ്ദേശമാണെങ്കിൽ നിൻ്റെ അന്ത്യം. പറഞ്ഞു കൊടുത്തു, ഇന്നടത്തുണ്ട് പോയി കണ്ടോളാൻ പറഞ്ഞു. വന്ന് വാതിലിൽ മുട്ടി. നോക്കിയപ്പോൾ ഉമറാണ്. സഹാബത്ത് പറഞ്ഞു ഉമറാണ്. റസൂൽ പറഞ്ഞു കടത്തിവിടാൻ പറഞ്ഞു. കടന്നു വന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഊരിപ്പിടുത്ത വാള് കയ്യിലുണ്ട്. മനസ്സിലായില്ലേ? ഇതാണ് ഖുർആനിൻ്റെ സ്വാധീനം. ഇതൊരു പക്ഷേ നമുക്ക് തോന്നും അമുസ്ലിങ്ങളിൽ ഉണ്ടാക്കിയ സ്വാധീനമല്ലേ. അതാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കേണ്ട കാര്യം. നമുക്ക് എത്ര കാലമായി നമ്മൾ ഖുർആൻ കേൾക്കാൻ കഴിയും? നമ്മുടെ തൊലിയിൽ എന്തെങ്കിലും രോമാഞ്ചം ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ ഹൃദയത്തിൻ്റെ കാഠിന്യം എപ്പോഴെങ്കിലും കുറഞ്ഞിട്ടുണ്ടോ? ഒരു ആത്മപരിശോധനയും കൂടി ഇത് കേട്ടിരിക്കുമ്പോൾ നമ്മൾ നടത്താൻ ബാധ്യസ്ഥരല്ലേ? നമ്മുടെ വേദഗ്രന്ഥമല്ലേ ഖുർആൻ? അല്ലാട്ടോ, മഹാലോകർക്കുള്ള വേദഗ്രന്ഥമാണ്. അതിൻ്റെ പൈതൃകം നമ്മളാണ് ഏറ്റെടുത്ത്. നമ്മിൽ എന്ത് സ്വാധീനമാണ് ഖുർആൻ വരുത്തുന്നത്? വളരെ ഗൗരവപൂർവ്വം നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇതൊരു സംഭവമല്ല, അനവധി സംഭവങ്ങൾ എത്രയോ ഉദ്ധരിക്കാനുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസുണ്ട്. റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിക്കുന്ന ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസ് എന്താണ്? സജദൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൻ നജ്ം. സൂറത്ത് നജ്മിൻ്റെ അവസാന ഭാഗം ഇങ്ങനെ ഓതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്ത് നജ്മിൻ്റെ അവസാന ഭാഗം അങ്ങനെ ഓതിയപ്പോൾ വസജദ മഅഹുൽ മുസ്ലിമൂന വൽ മുശ്രികൂന വൽ ജിന്നു വൽ ഇൻസ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തിലാവത്തിൻ്റെ സുജൂദ് വരുന്ന ഭാഗമാണ് എന്താണ്? സൂറത്ത് നജ്മിൻ്റെ അവസാന ഭാഗം. ഓതിക്കഴിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സുജൂദ് ചെയ്തു. കേട്ടിരുന്ന മുസ്ലിങ്ങൾ സുജൂദ് ചെയ്തു. ഇത് കേട്ട ആ ഭാഗത്ത് കൂടി നടന്നു പോയ എന്ത് ചെയ്തു? മുശ്രിക്കുകൾ പോലും സ്ഥലകാല ഭ്രംശം നേരിട്ട് എന്താ അവർക്ക് പറ്റിയതെന്നറിയാതെ അവരും സുജൂദ് ചെയ്തു എന്നാണ്. വസജദ മഅൽ മുസ്ലിമൂന വൽ മുശ്രികൂൻ വൽ ജിന്നു വൽ ഇൻസ്. ആ സദസ്സിലുണ്ടായിരുന്ന ജിന്നുകളും ഇൻസും എല്ലാം സുജൂദ് ചെയ്തു എന്നാണ്. അവിടെ മുശ്രിക്കുകളെ എന്താ അവർക്ക് പറ്റിയത്? എന്തുകൊണ്ടാണ് അവർ സുജൂദ് ഈമാൻ വിശ്വസിച്ചുകൊണ്ടാണ്. അഫമിൻ ഹാദൽ ഹദീസി തഅജബൂൻ. ഇതാണ് അതിൻ്റെ അവസാന ഭാഗം. സൂറത്ത് നജ്മിൻ്റെ അവസാന ഭാഗമാണ്. അഫമിൻ ഹാദൽ ഹദീസി തഅജബൂൻ. അല്ല കൂട്ടരെ, നിങ്ങൾ എന്തിനാണ് ഈ വെപ്രാളം കൊള്ളുന്നത്? ഈ വർത്തമാനം കേട്ടിട്ടാണോ നിങ്ങൾ ഈ വെപ്രാളം കൊള്ളുന്നത്? പിന്നെയോ ഓ തലഹക്കൂൻ, ഈ മനോഹരമായ വർത്തമാനത്തെയാണോ നിങ്ങൾ പരിഹസിക്കുന്നത്? വലാ തബുക്കൂൻ, ഇത് കേട്ടിട്ട് കരാതിരിക്കുന്നത് നിങ്ങൾ തന്നെയാണോ? കരച്ചിൽ വരുന്നില്ല ഇത് കേട്ടിട്ട്? വഅന്തും സാമിദൂൻ, നിങ്ങൾ അശ്രദ്ധരാണല്ലോ, ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ, എന്ത് പറ്റിപ്പോയി നിങ്ങൾക്ക്? എന്നിട്ട് അള്ളാഹിൻ്റെ കൽപ്പനയാണ് ഫസ്ജുദൂ ലില്ലാഹി വഅ്ബുദൂ. നിങ്ങൾ അല്ലാഹുവിന് പ്രണാമമർപ്പിക്കണം, സുജൂദ് ചെയ്യണം. ഫഅ്ബുദൂ, അവനെ മാത്രം നിങ്ങൾ ആരാധിക്കണം. ഇതൊക്കെ കേട്ടപ്പോഴേ അവർക്ക് എവിടെ ഇരിക്കുന്നത്, എന്തായി കേൾക്കുന്നത്? എല്ലാവരും സുജൂദ് ചെയ്തപ്പോൾ ആ കൂട്ടത്തിൽ മുശ്രിക്കുകളും ബഹുദൈവ വിശ്വാസികളും സുജൂദ് അർപ്പിച്ചു എന്നാണ്. ഫലം യത്തമാലിക്കു ഖുറൈശ്, ഖുറൈശികൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നാണ്. ഫലം യത്തമാലിക്കു ഖുറൈശുൻ അൻഫുസഹും ഇൻദമാ ഖറഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ-നജ്ം. അള്ളാഹുവിൻ്റെ റസൂല് സൂറത്തുൻ നജ്ം ഇങ്ങനെ ഓതി ഇങ്ങനെ വന്നപ്പോൾ അവർക്ക് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി. ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും ഖുർആനിൻ്റെയും ശത്രുക്കളാണ് എന്നുള്ള ബോധം പോലും നഷ്ടപ്പെട്ടു പോയി. അള്ളാഹിൻ്റെ കൽപ്പന ഫസ്ജുദൂ, സുജൂദ് ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും സുജൂദ് ചെയ്തു. അതിൻ്റെ കൂടെ ഈ മുശ്രിക്കുകളും സുജൂദ് ചെയ്യുന്നതാണ്. വഹും മുശ്രിക്കൂൻ വഹും യുമാറൂന, അവർ അള്ളാഹിൻ്റെ റസൂലിനോട് കോപമുള്ളവരാണ്, വിശുദ്ധ ഖുർആനോട് കോപമുള്ളവരാണ്. ഫിൽ വഹ്യി വൽ ഖുർആൻ, അള്ളാഹുവിൻ്റെ വഹ്യിനോട് ഖുർആനോടൊക്കെ കോപമുള്ളവരാണ്. എന്നിട്ടും അവർ സുജൂദ്. ഇതൊക്കെ ഖുർആനിൻ്റെ സ്വാധീനം. ഇത് അക്കാലത്ത് നടന്ന സംഭവമാണെങ്കിൽ എത്രയോ ഉദാഹരണങ്ങൾ ഇക്കാലത്ത് നമുക്ക് പറയാനുണ്ട്. ഇക്കാലത്തിൽ
ലോകത്തെ ഐകകണ്ഠ്യേന എല്ലാ രാഷ്ട്രങ്ങളും എല്ലാ ലോക ചിന്താഗതിയിൽ അഗ്രഗണ്യന്മാരായ സർവമാന ചിന്താഗതിക്കാരും ഒക്കെ ഏകകണ്ഠമായി അംഗീകരിക്കുന്ന കാര്യമാണ് ലോകത്ത് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോവിങ് റിലീജിയൻ ഈസ് ഇസ്ലാം. അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാമാണ് എന്ന് അല്ലേ? ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലേ നമുക്കൊന്ന് അടിച്ചു നോക്കിയാൽ വെറുതെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. ദ ഫാസ്റ്റസ്റ്റ് ഗ്രോവിങ് റിലീജിയൻ എന്ന് അടിച്ചു കൊടുത്താൽ ചരിത്രം ഇങ്ങനെ വരും. മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിൽ കിട്ടും, ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ കിട്ടും, എല്ലാവർക്കും വായിക്കാം, ഒരഭിപ്രായ വ്യത്യാസം ഇല്ല. എത്രയെന്ന് പറഞ്ഞാൽ അല്ലേ, ഈ കഴിഞ്ഞ 2025 ദുബായിൽ മാത്രം 3600 പേർ കൺവേർട്ട് ചെയ്തു എന്നാണ് ഇസ്ലാം സ്വീകരിച്ചു. ഇപ്പം പറയാം അതൊരു അറബി രാഷ്ട്രമല്ലേ, അവർ പ്രലോഭിപ്പിച്ച് എന്തെങ്കിലും കൊടുത്തിട്ട് പേടിപ്പിച്ചൊക്കെ മാറ്റിയതായിരിക്കും എന്ന് പറയാൻ വേണമെങ്കിൽ 3600 പേര് ദുബായിൽ ഇസ്ലാം മതം സ്വീകരിച്ചുവെങ്കിൽ അതോടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ 20,000 പേര് ഈ 2025 ഇസ്ലാം മതം സ്വീകരിച്ചു എന്നാണ്. നിങ്ങൾക്കും പരിശോധിച്ച് നോക്കാം, വിക്കിപീഡിയൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. UK 5000 പേര് ഇസ്ലാം മതം സ്വീകരിച്ചു എന്നാണ്. ഓസ്ട്രേലിയയിൽ, കനഡയിൽ, ഇങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? അവിടെയൊക്കെ അമേരിക്കയിലൊക്കെ നടക്കുന്ന പ്രബോധനത്തിൻ്റെ സ്വാധീനമാണെന്ന് ഞങ്ങൾ വിചാരിച്ച്, UK നടക്കുന്ന ഇസ്ലാമിക ദഅവത്തിൻ്റെ സ്വാധീനം കൊണ്ടാണ് ഇങ്ങനെ മാറുന്നതെന്ന് ഒരിക്കലും അല്ല കേട്ടോ. അള്ളാഹുവിൻ്റെ വിശുദ്ധ കലാമൊന്ന് തൊട്ടറിയാൻ, അടുത്തറിയാൻ, അതുമായി ഒന്ന് ബന്ധപ്പെടാൻ അവസരമുണ്ടായപ്പോൾ വന്ന മാറ്റമാണത്. എത്രയോ വമ്പന്മാരും കൊമ്പന്മാരുമായ ആൾക്കാർ ഇസ്ലാം സ്വീകരിക്കുന്നു. അള്ളാഹു ദീനിനെ യഥാവിധി മനസ്സിലാക്കുവാനുള്ള സൗഭാഗ്യം നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് ഇന്നക ഹമീദും മജീദ്. ഊസൈക്കും അയ്ളൻ ബിത്തഖ്വല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അള്ളാഹുവിനെ സൂക്ഷിച്ചും ഭയപ്പെട്ടും മാതൃകായോഗ്യരായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഗൗരവപൂർവ്വം ഉണർത്തുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നിങ്ങളെയൊക്കെ കാണാനും ഈ പള്ളിയിൽ ആദ്യമായി ഒന്ന് വരുവാനുമുള്ള ഭാഗ്യം സിദ്ധിച്ചു. ഞാനൊരു വലിയ ഭാഗ്യമായി കണക്കാക്കി. അതോടൊപ്പം തന്നെ ഈ ഭവനം അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ച അമാനത്താണ്. ഈ ഭവനവുമായി ബന്ധപ്പെട്ട് അതിനോട് സഹകരിക്കുന്ന എല്ലാവർക്കും ഒരു വലിയ ഉത്തരവാദിത്വം നിർവഹിക്കാനുണ്ട്. അത് നിർവഹിക്കാൻ നിങ്ങളല്ലാതെ അല്ലെങ്കിൽ നമ്മളല്ലാതെ വേറെ ആരുമില്ല എന്ന് ഗൗരവപൂർവ്വം ചിന്തിക്കണം. അത് കുറ്റപ്പെടുത്താനോ ആക്ഷേപിക്കാനോ അല്ല. ഇത്രയും മനോഹരമായ സൗകര്യങ്ങളുള്ള ഒരു പള്ളിയിൽ ഒരു ജുമാ ദിവസം സമയത്ത് വരുവാനുള്ള ഒരു മനസ്സെങ്കിലും നമുക്കുണ്ടാകണം. ആഴ്ചയിൽ ഒരു ദിവസം 12:45 പള്ളിയിൽ വരുവാൻ എന്ത് പ്രതിബന്ധം ഉണ്ടെങ്കിലും ഒരു എക്സ്ക്യൂസും അള്ളാൻ്റെ അടുത്ത് വില പോവില്ല, ഒരു എക്സ്ക്യൂസും. അതുകൊണ്ട് നിങ്ങൾ പള്ളി ഒന്ന് ഹയാത്താക്കണം. ഈ പള്ളിയിൽ നിന്ന് ഈ സമൂഹത്തിന് കിട്ടേണ്ട ഒത്തിരി സന്ദേശങ്ങളുണ്ട്. ആ സന്ദേശം വാചികമായി നൽകുന്നതിനേക്കാൾ ഉപരി നമ്മൾ നൽകേണ്ടത് നമ്മുടെ കർമ്മപഥത്തിൽ കൂടിയാണ്. ഈ ആദർശം എന്താണോ അത് ജീവിതത്തിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാകണം നമ്മൾ നമ്മുടെ ദഅവത്ത് നിർവഹിക്കേണ്ടത്. അതുകൊണ്ട് ഈ പള്ളി ഹയാത്താക്കണമെന്ന് ഞാൻ, അതുപോലെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ നിസ്സീമമായ സഹകരണം ഉണ്ട് എന്നെനിക്കറിയാം. തുടർന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞു വന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ, എത്രയോ പ്രമുഖരായ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ ഒരുപക്ഷെ ഇസ്ലാമിക ദഅവത്തിൻ്റെ രംഗത്ത് ഇന്ന് ഉച്ചകോടിയിൽ നിൽക്കുന്നത് ഇതുപോലെ പരിവർത്തനം ചെയ്തു വന്ന പണ്ഡിതന്മാരാണ് എന്നുള്ള കാര്യം കേരളക്കരയിൽ പോലും അബ്ദുറഹ്മാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വളാഞ്ചേരിക്കാരനായ ഉണ്ണികൃഷ്ണൻ പറയുന്ന സുഹൃത്ത് നിർവഹിക്കുന്ന ദഅവത്ത് എത്രയാണ്? സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് പരിചയപ്പെടാൻ കഴിയും. എത്രയാണ് അദ്ദേഹം ചെയ്യുന്ന സേവനം. ഇതുപോലെ നോക്കിയാൽ നമുക്കറിയാലോ, എത്രയോ പേര്
മാർമഡി പിക്താൾ, മോറിസ് ബുക്കൈൽ, ഒമർ ഹമ്മാമി, അതുപോലെ മാൽക്കം എക്സ്, മുഹമ്മദ് അസദ്, യൂസുഫ് എസ്തസ്, അബ്ദുറഹ്മാൻ ഗിരീൻ, യൂസുഫുൽ ഇസ്ലാം, ഇവരൊക്കെ നിസ്സാര വ്യക്തിത്വങ്ങളൊന്നുമല്ല, വലിയ വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ഈ അടുത്ത കാലത്തായി വിശുദ്ധ ഖുർആൻ സ്വാധീനിച്ച് ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണിവർ. അവർ ഇന്ന് ലോക ആഗോളതലത്തിൽ ഇസ്ലാമിക ദഅവത്ത് ഫലപ്രദമായി നമ്മുടെ സക്കർ നായിക്കിനെ പോലെയും ഈ മലയാളക്കരയിൽ എം അക്ബറിനെ പോലെയൊക്കെ വമ്പിച്ച ഇസ്ലാമിക പ്രചാരണ രംഗത്ത് ദഅവാ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ പരിശോധിച്ചാൽ എത്രയോ നിരീശ്വരവാദികൾ അല്ലേ. ഒഫ്താൽമോളജി സർജനായ ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര്, ഒഫ്താൽമോളജിയിൽ സർജനാണ് അദ്ദേഹം, ലോറൻസ് ബ്രൗൺ എന്ന് പറയുന്ന ഒരു വ്യക്തി. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചത് വിശുദ്ധ ഖുർആൻ്റെ സ്വാധീനം കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വ്യാഖ്യാനിക്കപ്പെടാൻ പറ്റാത്ത ഒരു അനുഭവം അദ്ദേഹത്തിനുണ്ടായി. ഞാൻ പറയാൻ സമയമില്ല, സമയം ദീർഘിച്ചോളൂ. ഇതുപോലെ എത്രയോ പേർ, ബർണ ബോയ്, ജെയ്ക്ക് ഹെൻറി, സിസ്റ്റർ ജാമില, മാഫിയ ബോസ്, ഡോക്ടർ ലോറൻസ് ബ്രൗൺ, അലീസ, സിസ്റ്റർ യേഷ, ഇതുപോലെ എത്രയോ പേര്, നീണ്ട പട്ടിക. അതുകൊണ്ട് തീർച്ചയായും വിശുദ്ധ ഖുർആൻ പഠിക്കുവാൻ എമ്പാടും സൗകര്യങ്ങൾ ഇന്ന് നമ്മുടെ മുന്നിൽ തുറന്നു കിടക്കുന്നുണ്ട്. എമ്പാടും സൗകര്യങ്ങൾ സോഷ്യൽ മീഡിയയിലുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകളിലുണ്ട്, യൂട്യൂബിലുണ്ട്. ഏത് രംഗത്തെ കൈവെള്ളയിൽ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ പറ്റുന്ന അവസരങ്ങൾ. പഠിച്ചാൽ മാത്രമേ നമ്മുടെ മനസ്സിലൊരു മാറ്റം ഉണ്ടാവും. ഹട്ടത്തിരുന്നിട്ടൊരു കാര്യമില്ല. വീട്ടിൽ എത്രയോ കോപ്പി കാണും, എന്ത് പ്രയോജനം? അതുകൊണ്ടൊന്ന് അടുത്തറിയുക, പഠിക്കുക, മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തെയും മാറ്റും വിശുദ്ധ ഖുർആൻ, ഒരു സംശയമില്ല. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഞങ്ങളുടെയൊക്കെ ജീവിതത്തെ മാറ്റിയിട്ടില്ലെന്ന്. മാറ്റിയിട്ടുണ്ടോ? ആത്മപരിശോധന നടത്തുക. ഇനി മാറാനില്ലേ? എത്രയോ മാറാനുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ റബ്ബുൽ ഇസ്സത്ത് പുറത്തുവരുമാറാകട്ടെ. സത്യം സത്യമായി അറിയുവാനും അത് ജീവിതത്തിൽ സ്വാംശീകരിക്കുവാനും അസത്യത്തെ അസത്യമായി തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുവാനുമുള്ള വിശാലമായ അറിവും മനസ്സും തൗഫീഖും റബ്ബുൽ ഇസ്സത്ത് നമുക്ക്